തൃപ്പൂണിത്തുറയിൽ പടക്ക സംഭരണശാലയിലുണ്ടായ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 4 വീടുകൾ വാസയോഗ്യമല്ലാതായി. 267 കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായതായും തൃപ്പൂണിത്തുറ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നാശനഷ്ടം കണക്കാക്കാൻ കമ്മീഷനെ നിയമിക്കണമെന്ന് നാട്ടുകാർ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വീടുകൾ ഉൾപ്പെടെ 267 കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായാണ് അവസാന കണക്ക്. ഇതിൽ 12 വീടുകൾക്ക് കാര്യമായ കേടുപാടുകളുണ്ട്. 4 വീടുകൾ വാസയോഗ്യമല്ലെന്നും തൃപ്പൂണിത്തുറ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തി. നഷ്ടപരിഹാര വിതരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. നഷ്ടപരിഹാരം ഉറപ്പാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ രമ സന്തോഷ് പറഞ്ഞു. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കും ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് ഫുൾ സപ്പോർട്ട് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് എനിക്ക് പറയാനുള്ളത്. കേസിലെ പ്രധാന പ്രതികളായ ദേവസ്വം ഭാരവാഹികൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. 24 കൊച്ചി.